ഇപ്പം തന്നെ പാലായിൽ മല പതിച്ചെടുത്തു. അവിടെ മുരുകമ്മലുണ്ട്. അവസാനമാണ് നമുക്ക് കിട്ടിയത് 24 ഏക്കർ. ചെന്നപ്പോൾ പാറ അത്രയേ ഉള്ളൂ, 24 ഏക്കർ. അതൊരു തങ്ങൾ പാറയുണ്ട്, അതൊരു 400 ഏക്കർ. അവനങ്ങോട്ട് എടുത്ത് ആർക്കും ചോദിക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുരിശുമലയുണ്ട്, അതിനോട് ചേർത്ത് 3 മലയാണ്. അവരും കൊടുത്തൊരു 400 ഏക്കർ. അവരൊക്കെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ ആളുകളുണ്ടായിരുന്നു, പറയാനും മേടിച്ചു കൊടുക്കാനും. നമുക്ക് പറയാനും മേടിച്ചു തരാൻ ആരുമില്ല. എത്ര ഏക്കറാണ് കൊണ്ടുപോയത്? ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്പലത്തിനടുത്ത് കണ്ട് ആകെ ഇത്തിരി എത്ര സെൻറ്റാണ്? 60 സെൻറ്റാ. മറ്റേ തിരുനക്കര 40 സെൻറ്റ്. ഏതാണ്ട് വലിയ മഹാകാര്യം സാധിച്ചെന്ന പോലെയാണ്. മറ്റുള്ളവരെല്ലാം എന്തുമാത്രം വെച്ചിട്ട് പോയത്. അതിനോട് ചെയ്യാൻ നിശ്ചയം വേറെ കിടപ്പുണ്ട്, അത് വേറെ ഉള്ളത് തട്ടിയെടുക്കാൻ നടക്കുകയാണ്. അത് തരാൻ പോലും ഗവൺമെൻറ് ഒരു സ്പീഡ് കാണിക്കും. നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ സ്പീഡ് കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്ത് ജനാധിപത്യമാണോ മതാധിപത്യമാണോ? ഇവിടെ മതാധിപത്യമല്ലേ. മലപ്പുറത്ത് ഞാനൊരു യോഗത്തിന് പോയി. ആ മലപ്പുറം നിലമ്പൂരാണ്. ഞാനൊരു സത്യം പറഞ്ഞു പോയി. സത്യം പറഞ്ഞു പോയ ഉടനെ തന്നെ സകല ആളുകളും കൂടെ മുസ്ലിമിൽ അത് മുസ്ലിമിലെ തീവ്രവാദി, മിതവാദി, അതുപോലെ ഇടത് പക്ഷത്തോടുകൂടി നിൽക്കുന്നവനും വലതുപക്ഷത്തോടുകൂടി നിൽക്കുന്നവനും ആയ എല്ലാ മുസ്ലിമും കൂടെ വന്ന് എന്തിന് കാന്തപുരായാലും നിരക്കില്ല, അല്ലാത്ത കാന്തപുരായാലും നിരക്കില്ല, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ കയറി അറ്റാക്ക് ചെയ്യാം. ഞാനൊന്നും പറഞ്ഞില്ല. മലപ്പുറം ഒരു ജില്ലയല്ലേപ്പാ. അവിടെ 5 നിയോജകമണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഒരു നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈഴും ജയിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ളവർ ഒറ്റ മഹാസംസാരിച്ചൊന്നുമില്ല. ചില മേഖലയിൽ ഒരു ഭൂരിപക്ഷമുണ്ട്, പക്ഷെ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു കുട്ടിപ്പള്ളി കൂടെ നമുക്ക് വരണേ. അവിടെ ഇല്ലേ ഈഴവർ ഒരുപാട് പേരില്ലേ, ഒന്നും തന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പേരില്ലേ എന്നെ എന്താ ആക്രമിച്ചു? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നമുക്ക് ആ ജില്ല ഒരു കുടിപ്പള്ളിയിൽ തന്നാണ്. ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഞങ്ങളെല്ലാം പിന്നോക്കക്കാരാണ്. ബായി നടന്ന് പിന്നെ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ചേർത്ത് ഞാൻ ഇവരോടൊപ്പം കീഴെ വിളിച്ച് കാശുമോടൊക്കെ എത്ര ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചാണെന്നറിയാം. സെക്രട്ടേറിയറ്റ് മാർച്ച്, പാർലമെൻറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, ഇങ്ങനെ PSC ഓഫീസ് മാർച്ച്. ഈ മാർച്ച് ആൾ അർത്ഥം നമ്മുടെ വേണം. കൂടെ നിന്ന് അവർ കാര്യം സാധിച്ചുകൊണ്ട് പോകും. അത് സാധിച്ചാലല്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോഴും നമ്മളിലുള്ള കുറവ് പരിഹരിക്കാൻ അവർ തീരുമാനമെടുത്തു. ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങൾക്കുള്ള കുറവ് മാത്രം പരിഹരിച്ചു. എന്നാൽ ഈഴവർക്കും നരേന്ദ്ര കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കുറവുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തരണ്ടേ? ഒന്നിച്ചു പോകല്ലേ മല്ലനും മാധവനും കൂടെ മനക്ക്. പക്ഷേ നമ്മളെവിടെ കിടക്കുന്നു, നമ്മൾ താഴെ കിടക്കുന്നു. അവർ അധികാരത്തിൽ നിന്നപ്പോൾ എല്ലാം കൊണ്ടുപോയി. ഇതിൻ്റെ മലപ്പുറത്തേക്ക് വേണ്ടി എത്രയോ കൊല്ലം നടക്കണം. മലപ്പുറം മാത്രമാണ്. നമുക്ക് കാസർഗോഡ് ഒരു സ്ഥാപനമുണ്ടോ, വയനാടുണ്ടോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇല്ലാത്തതിൻ്റെ പറ്റി പറഞ്ഞപ്പോൾ അത് വർഗീയം പറഞ്ഞു എന്നും പറഞ്ഞാൽ എന്നെ ഹിംസിക്കാനിറങ്ങി. ചില ചാനൽ മുതലാളിമാർ ഇതേ ഇരിക്കുന്നു ഈ കുന്തം. ഇതിൻ്റെ ചാനൽ മുതലാളി ഒരു 2 ചാനൽ മുതലാളി അയാൾ മരക്കച്ചവടക്കാരനുണ്ട്. അവരുടെ ചാനലിൽ എന്നെ അങ്ങോട്ട് പോസ്റ്റ്മാർട്ടം അവർ വാദിയും പ്രതിയും എല്ലാം ഒന്നിച്ചിരുന്ന് തന്നെ ഞാൻ ഭയങ്കര കുഴപ്പമാണ് ചെയ്തതെന്ന് പറഞ്ഞ് ചർച്ചയോട് ചർച്ച ചെയ്ത് 2 പെണ്ണും 4 ആണും കൂടെ ഇരുന്നുണ്ട്. ആ ചർച്ചയോട് ചർച്ച അടിച്ച് കസറി. ഒന്നുമില്ല, പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ വിദ്യാസാഗർ അപ്പുറം കൊണ്ടിരുത്തും. അയാൾക്ക് പണിയൊന്നുമില്ലാതിരിക്കാനില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ ഉടനെ തമിഴ്പ്പെട്ടവരെ തന്നെ കൊണ്ടുവരും. പക്ഷേ മറ്റുള്ള ജാതി ഒരു നായർക്കെതിരെയായിട്ട് നായരെ കിട്ടുക പറയാൻ, ഒരു ക്രിസ്ത്യാനിക്കെതിരെ ക്രിസ്ത്യാനി കിട്ടുക, മുസ്ലിമിനെതിരെ ഒരു മുസ്ലിമിനെ കിട്ടുക, നമുക്കെതിരെ എത്ര എണ്ണം കിട്ടും അവരോട് ചർച്ച ചെയ്തു. പക്ഷേ മഹാനായ പിണറായി ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതോടുകൂടി ഇവൻ്റെ എല്ലാം വായടച്ച് പിന്നെ നിർത്തി.
ഞാൻ ആ പറഞ്ഞതിനകത്ത് കുറച്ച് ശരിയുണ്ട്, പറഞ്ഞത് ഇന്ന അർത്ഥത്തിലാണ് എന്ന് പിണറായി സഹാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേർത്തല വന്നൊരു സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി ഇവന്മാർ പിന്നെ മടങ്ങി കളഞ്ഞു. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്.